എൻ്റെ പേര് ബാഹുലേനാണ്. ധനുവച്ചൂരം സ്വദേശിയാണ്. ദേശീയ കായിക താരമാണ്. നിതിൻ രാജിൻ്റെ മരണം അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നിതിൻ്റെ വീട്ടിൽ നിന്നും നെടുമങ്ങാട് വരെ 3 കായിക താരങ്ങൾ ഓടുന്നുണ്ട്. ധനുവച്ചൂരം ബാഹുലേനും വെങ്ങാനൂർ ശ്രീനിവാസനും മുക്കാല ബിനുവുമാണ് ഓടുന്നത്. 3 പേരും കൂടിയാണ് 5 കിലോമീറ്റർ ഓടി പ്രതിഷേധ ഓട്ടമാണ് ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പോൾ നിതിൻ രാജിൻ്റെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടിരുന്നു. അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മോനും ചേതനയേറ്റ ശരീരവുമായി വീട്ടിലെത്തുന്നു. കണ്ണൂർ കോളേജിൽ ദന്ത കോളേജിൽ ഡോക്ടറാവാൻ പഠിക്കാൻ പോയ മോൻ്റെ ചേതനയേറ്റ ശരീരമാണ് അമ്മയും അച്ഛനും കാണുന്നത്. ഡോക്ടറായിട്ട് പഠിക്കാൻ പോയി. ജാതി ചോദിച്ച് കറുപ്പനെന്ന് പറഞ്ഞ് ആശ വെച്ച്, അത് മാത്രമല്ല കറുത്ത വർക്കനെന്ന് ആശ വെച്ച്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും കേരളത്തിൽ ഈ ജാതി പ്രദർശനമൊക്കെ ഇനി മാറ്റിക്കൂടി. അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ്. പണ്ട് കാലത്തേക്ക് ജാതി എന്ന് പറയും ആണും പെണ്ണും. ഈ കറുത്തവർ ഇന്ത്യക്കാരല്ലേ, പിന്നെ എങ്ങനെയാണ് കറുപ്പരെ പറയണത്? ഈ ജാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ വീട്ടിലൊക്കെ ജാതിയൊക്കെ ഏത് ജാതിയാണ് കെട്ടണതെന്ന് നോക്കണം. എനിക്ക് ജാതി, ഞാൻ പിന്നോക്കത്തിലുള്ളത് തന്നെ, ജാതിയൊന്നും എനിക്കില്ല. നമ്മളിത് ജാതി കൊണ്ട് ഓടുന്നത്. അവർക്ക് അവൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ആ സ്വഭാവം കണ്ടപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ല. മോനെ പഠിച്ച് ഒരു ഡോക്ടറാക്കണമെന്ന് അച്ഛൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അമ്മയുടെ മനസ്സ് നഷ്ടപ്പെട്ടു. അവസാനം വരെ അവർ മരിക്കുന്നവരെയും ഇവനെ ഓർത്ത് അവർ കരയും. ആ സംഭവമാണ് ഇനി ആ ജീവിതത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ സഹിച്ചു പോകും. 2 ദിവസം ജീവിക്കുന്നു നിങ്ങൾ ഞാൻ. ഇവിടെ തന്നെ എല്ലാം ഇട്ടിട്ട് പോകും. അതാരും മനസ്സിലാക്കുന്നില്ല. മറ്റന്നാൾ ഓടാനുള്ള തയ്യാറെടുപ്പില്ല. പഴയ ഗാനങ്ങൾ കേട്ട് 5 കിലോമീറ്റർ ഓടി നമ്മൾ നീതി കിട്ടണമെങ്കിൽ ഇതിൻ്റെ വീട്ടുകാർക്ക് നീതി കിട്ടട്ടെ. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലക്കാർഡും പിടിച്ചുകൊണ്ടാണ് ഓടുന്നത്. നിതിൻ്റെ വീട്ടിൽ നിന്ന് നെടുമങ്ങാട് വരെയാണ് ഓടുന്നത്. പലരും എന്താ ഫോണിൽ വിളിക്കുന്നു, നിങ്ങൾ എപ്പോഴെത്തും, നമ്മൾ ഒരു നോക്ക് നിങ്ങളെ കണ്ടിട്ടില്ല, കാത്തിരിക്കുന്നു. നെടുമങ്ങാട് പ്രദേശത്തെ ഉള്ള ദേശീയ കായികങ്ങളാണ് ഓടുന്നത്. ഉടനെ കേരള പോലീസ് എല്ലാ പ്രതികളെയും തൂക്കുന്നതാണ്. ഈ പ്രതികളെ ഇതുവരെ തൂക്കിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. നമ്മളെ കേരള പോലീസൊന്നും നല്ല കഴിവുള്ള പോലീസുകാരാണ്. ഇങ്ങനെയുള്ള പ്രതി ആ ശാപങ്ങളൊക്കെ വാങ്ങിച്ചു പിടിച്ചാൽ എന്ത് അനുഭവമാണ്. അച്ഛൻ്റെ അമ്മയുടെ ശാപം ഈ വിക്കാലങ്ങൾക്ക്, ഈ സാറന്മാരെ വിക്കാലങ്ങൾക്ക് ഒരു എഴുന്നേറ്റവും കാണില്ല. ശാപം ഇത് ഇന്നും നിലനിൽക്കും. അങ്ങനെ ഒരാൾ ശപിച്ചു കഴിഞ്ഞാൽ 5 വട്ടം ശപിക്കുമ്പം 2 വട്ടമെങ്കിലും പറ്റും. നമ്മൾ ദൈവത്തിനെ തൊഴുത് കഴിഞ്ഞാൽ ശക്തമാറ്റി തൊഴുത ദൈവം ശിക്ഷ കൊടുക്കും. അതാണ് ആരെയും നമ്മൾ ഒന്നും പറയാൻ പാടില്ല. ഞാനും നിങ്ങളൊക്കെ 2 ദിവസത്തെ ജീവിക്കുന്നു. അത് കഴിയുമ്പോൾ പക്ഷേ ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഇന്നേ മനസ്സിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നു. ബാഹുലേനെ ഓടിക്കൊടും ആ വീട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ പല അത്ഭുതം. പൈസ ഇല്ലായിരുന്ന ഞാൻ പഞ്ചാബിൽ ഓടാൻ പോയപ്പോൾ എൻ്റെ പൈസയായിരുന്നു. നാഷണൽ പൈസ പറന്ന് 500 രൂപയുടെ 3 നോട്ട്. അതുപോലെ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ 400-200 നോട്ട് ഞാൻ പുറത്തിരിക്കുന്നു, അവിടെ പറന്ന് വന്നു. എനിക്ക് ആഹാരത്തിനൊന്നും ഒരു കുറവില്ല. എവിടെ കൂടിയും ദൈവം തരും ആ സമയത്ത്. എനിക്ക് ആഹാരത്തിനൊന്നും ഞാനില്ല. സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചാണ് ലിംഗോ റെക്കോർഡ് ഇട്ടത്. ഗിന്നസിലും എൻ്റെ റെക്കോർഡായിട്ടുണ്ട്. ഇനി ഒരു വേൾഡ് താരം ആരേക്കും വന്നാൽ ഈ പ്രായത്തിൽ ഇത്രയും ഇതെല്ലാം ചെയ്ത് എനിക്കൊരു അറ്റാക്ക് വന്നു 2 കൊല്ലത്തിന് മുമ്പ്. അതിനുശേഷം ഞാൻ അങ്ങനെ മത്സരങ്ങളൊന്നും ചെയ്യില്ല. ഇഷ്ടംപോലെ 2500 പത്രത്തിൽ തന്നെ എൻ്റെ സ്റ്റോറി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ആർക്കും വരുമെന്നത് തന്നെ സംശയമാണ്. എന്നാലും ഞാൻ പറയുന്നില്ല. ഇത് ഓടിക്കൊടുക്കാൻ ആ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ഓടുന്നത്. നമ്മൾ 3 കായിക താരങ്ങൾ. അതിൽ നീതി ലഭിക്കും. പോലീസ് ഈ പ്രതികളെ തൂക്കണമെന്നാണ് നമുക്കും പറയാൻ. നിങ്ങളും കേരള പോലീസാണ്. ഇത്രയും നല്ല ഒരു കേരള പോലീസ് ഇതുവരെ ഇങ്ങനെ ഒരു കേസില്ല. പ്രതികൾ ഉള്ളത് ഉടനെ തൂക്കുന്നതാണ്. ഇതെന്താണെന്നും നമുക്കും അറിയില്ല. ഇന്നും ജാതി പ്രശ്നം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ജാതി പ്രശ്നം മാറ്റണം. ഇനി ഒരു നിതിൻ രാജു ഇങ്ങനെ ഇതുപോലെ ഇവിടെ ഉണ്ടാവില്ല. ഇവർക്ക് വധശിക്ഷയെ ഒന്നും കൊടുക്കല്ലെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടുന്നത് ഈ അധ്യാപകർക്ക്. അതെല്ലാം നിങ്ങളും കേട്ടോളും. അത്ര സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഞാൻ
പഴയ ഗാനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. എന്തൊക്കെ സംഭവം ഉണ്ടാവും. മഴയുടെ കോളൊക്കെ വന്നു. നമ്മൾ ശബരിമലയിൽ ഓടുമ്പോൾ 208 കിലോമീറ്റർ ഓടുമ്പം തന്നെ ആ തുടക്കത്തിൽ തന്നെ മഴ, ആകാശം ഇരുണ്ട് കറക്കും, പെയ്യും. അതാണ് ശക്തമായ ഒരു. പക്ഷേ എന്നെ പറയുന്നവർ തിരിച്ചു വന്നവർ, ബാഹുൽ എന്തിനാ പറഞ്ഞത് പോട്ടെന്ന് പറയും. എന്തെന്ന് പറഞ്ഞാൽ നിനക്കെന്തോ ദൈവിക ശക്തിയുണ്ട്. എനിക്കൊരു അങ്ങനെയൊന്നും തോന്നുന്നു. പലരും ഞാൻ കരഞ്ഞുകൊണ്ട് തൊഴുത ആ കാര്യം പറ്റിയിരിക്കും. അങ്ങനെയാണ് സംഭവ സ്ഥലത്ത് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. ജനിച്ചപ്പോഴേ എനിക്കൊരു പ്രത്യേക കഴിവെന്നാണ് അടുത്തുള്ളവരൊക്കെ പറയണം. പക്ഷേ എനിക്ക് അറിയില്ല. ഞാൻ ജീവിക്കുന്നു. എൻ്റെ അമ്മ പറയുന്നു ഓടി കൊടുക്കേ എന്ന് പറയുന്നു. ഞാൻ ഓടുന്നു, പോകുന്നു. അല്ലെങ്കിൽ ഗിന്നസിലും ലിംഗോയിലൊക്കെ എൻ്റെ റെക്കോർഡ് വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിച്ച ഒരു പാവപ്പെട്ട ഓലക്കട്ടട വീട്ടിലാണ് വളർന്ന്. അത് ഷീറ്റിട്ട വീട്ടിലായി. അടുത്ത് പിന്നെ ഓടിട്ടു. ഇത്ര ഉള്ള ഒരു ചാണം മൊഴിയ വീട്ടിലാണ് ജനിച്ചത്. അല്ല വലിയ വീട്ടിലും നല്ല സ്വർണ്ണ കറണ്ടിയിലൊന്നുമല്ല ജനിച്ചത്. താന്നടത്ത് ജനിച്ചാലും എൻ്റെ വീട്ടിൽ കാറും ബംഗ്ലാവോ ഒന്നുമില്ല. അങ്ങനത്തെ വീട്ടിലാണ് ജനിച്ചത്. ഞാൻ അതില്ലെന്നും ആരോടും പറയണില്ല, എനിക്ക് ഉണ്ടെന്നും പറയണില്ല. എനിക്കങ്ങനെ ആരെയും വലിയ വീട് വയ്ക്കണമെന്നോ ഒരു ഈ ആഡംബരത്തിനൊന്നും ഒരു ആഗ്രഹമില്ല. എന്നാൽ എനിക്ക് നല്ല ഡ്രസ്സ് ഇട്ട് എൻ്റെ കൂടെയുള്ള നാഷണൽ താരങ്ങളൊന്നും ആരോടും തുറക്കുകയൊന്നും ചെയ്യത്തില്ല. ഞാനൊന്നും അങ്ങനെയല്ല. എല്ലാ നാട്ടുകാരോടും എൻ്റെ നാട്ടുകാരോടെയൊക്കെ വലിയ കാര്യം, എല്ലാ മരണ വീട്ടിലും കല്യാണ വീട്ടിലും എല്ലാം പോവും. അപ്പം നമുക്ക് മറ്റന്നാൾ കാണാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ. ഒരു അറ്റാക്ക് വന്നതാണ്, മറ്റന്നാൾ ഓടും ഒരു 5 കിലോമീറ്റർ. ദൈവം സഹായിക്കുമെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ ഓടിക്കൊടുക്കാനാണ്. അച്ഛനും അമ്മയ്ക്കും കണ്ണീര് നിൽക്കട്ടെ, പ്രതികളെ തൂക്കി അറസ്റ്റ് ചെയ്യട്ടെ. ഇനി ഒരു പ്രതികൾക്കും ഇതുപോലെ സംഭവം ഉണ്ടാവല്ലേ. ഇനി ഒരു കേരളത്തിൽ ഒരു കുട്ടികൾക്കും ഡോക്ടറേറ്റ് പഠിക്കാൻ പോകും ആത്മഹത്യ ചെയ്യല്ല 5 നിലയിൽ നിന്നും. അധ്യാപകർ ഇത്ര ക്രൂരന്മാരെന്ന് നമ്മൾ അറിയണില്ല. പക്ഷേ അതിൻ്റെ പിക്കാലങ്ങൾ, ഈ അധ്യാപകരെ പിക്കാലങ്ങൾ അനുഭവിച്ചേ പോവുള്ളൂ. അവരെ ആ അച്ഛനും അമ്മനെ വിളിക്കുന്ന ശാപം ഒരിക്കലും തീരുവില്ല. പിക്കാലങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും ഒന്നും പറയില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിൽക്കും. ഇത്രയോ നമുക്ക് ഓടിയതിന് ശേഷം കാണാം.